ശബരിമലയിൽ കൂടുതൽ കൊള്ള നടന്നതായി SIT റിപ്പോർട്ട്. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു എന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നു. 7 പാളികളിലെ സ്വർണം നഷ്ടമായെന്നാണ് SITയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ആശങ്കപ്പെട്ടിരുന്നത് ശരിയാണ് എന്ന തോന്നലുണ്ടാവുകയാണല്ലോ മലയാളികൾക്ക്. കൂടുതൽ മോഷണം നടന്നു, കൊള്ള നടന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ SITയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നല്ലേ? എന്താണ് അതിനകത്തുള്ള വിശദാംശങ്ങൾ? സതീഷ്, കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഇങ്ങനെ ചില പരാമർശങ്ങൾ കൂടിയുള്ളത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന കട്ടിളപ്പാളികളിലെ സ്വർണം നേരത്തെ ഈ സംഘം കൊണ്ടുപോവുകയും ഉരുക്കുകയും മോഷ്ടിക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കും ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണങ്ങൾ കൂടി, അതായത് ഈ കട്ടിളപ്പാളികൾക്ക് മുകളിലെ 2 ചെമ്പ് പാളികൾ, അതായത് ചെമ്പ് പൂശി അല്ലെങ്കിൽ സ്വർണം പതിപ്പിച്ച ചെമ്പ് പാളികൾ, അതുകൂടാതെ ശിവരൂപം ഉൾപ്പെടെ വ്യാളി രൂപം എന്നിവിടങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണം ഇവർ കവർന്നതായിട്ടാണ് ഈ SIT സംഘം ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമായി പറയുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശബരിമല സ്വർണ്ണക്കുള്ള നമ്മൾ ഇതുവരെ കണ്ടത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, അതുകൂടാതെ തന്നെ ഈ ശ്രീകോവിൽ മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കട്ടിളപ്പാളികളിലെ പാളികൾ എന്നതിനപ്പുറത്തേക്കും ഈ കട്ടിളയിലെ മുകളിലെ ചെമ്പ് പാളികളും അതിനു മുകളിലെ ഈ മണ്ഡലത്തിലെ ഈ ശിവരൂപത്തിലെയും വ്യാളി രൂപത്തിലെയും സ്വർണ്ണങ്ങൾ കൂടി കവർന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രത്യേക സംഘം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സനീഷ്, ഇതിലിപ്പോൾ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു, 7 പാളികളിലെ സ്വർണം നഷ്ടമായെന്നാണ് SITയുടെ കണ്ടെത്തലായിട്ട് കാണുന്നത്. അനു, ഇതിനകത്ത് ഈ ശബരിമലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ എല്ലാം സ്വർണം കവർന്നെടുത്തു എന്നല്ലേ നമ്മൾ കാണേണ്ടത്? ഈ പറയുന്ന കട്ടിളപ്പാളിയിലേതെന്ന പോലെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന സംഘം ആ സ്വർണം മാത്രമായിട്ട് മോഷ്ടിച്ചെടുത്തു എന്നൊക്കെയാണോ SIT കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ വിവരങ്ങളെക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇവർ മോഷണം നടത്തിയിരിക്കാൻ സാധ്യതയില്ലേ? ഇതൊക്കെ ഏത് കാലപരിധിക്കുള്ളിലാണ് ഈ മോഷണങ്ങൾ നടന്നത് എന്നത് റിപ്പോർട്ടിലുണ്ടോ? സനീഷ്, അങ്ങനെ കൃത്യമായി പറയുന്നില്ല. പക്ഷേ ഈ 2019 ഈ പറയുന്ന ശ്രീകോവിൽ നട അത് പുനഃസ്ഥാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്ത് നിന്ന് ഈ പറയുന്ന ശ്രീകോവിലിൻ്റെ ഈ പറയുന്ന വാതിൽ കൊണ്ടുവരികയും അവിടെ വെച്ചാണല്ലോ ഇത് മാറ്റുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കാണുകയും ഈ എരികളടക്കം ശ്രീകോവിലുള്ളിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്ത്രി പറയുകയും ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലാണ് അതിനെ വീണ്ടും മാറ്റാതെ കട്ടിളപ്പാളികൾ തന്നെ മാറ്റാൻ വേണ്ടി തീരുമാനമായത്. ആ സമയത്താണ് ഈ കട്ടിളപ്പാളികൾക്ക് മുകളിലെ 2 ചെമ്പുപാളികൾ, ഈ പറയുന്ന പ്രഭാവലയത്തിലെ ശിവരൂപം, അതുപോലെ തന്നെ വ്യാളി രൂപം എന്നിവിടങ്ങളിലെ സ്വർണം കൂടെ കവർന്നു എന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നൽകുന്ന സമഗ്രമായ റിപ്പോർട്ടിൽ 7 പാളികൾ ഏതൊക്കെയാണെന്നും എത്ര സ്വർണം ഇവർ മോഷ്ടിച്ചിട്ടുണ്ട് എന്നും കൃത്യമായി ഹൈക്കോടതിക്ക് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കും. നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ വളരെ പ്രമാദമായ ഈ വിവരം ഉള്ളത്. ഇതിനകത്ത് ഈ പ്രഭാമണ്ഡലങ്ങളിലെ സ്വർണം എന്ന് വെച്ചാൽ അവിടെയുള്ള മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് കൂടെ ഈ സ്വർണം മോഷ്ടിച്ചെടുത്തു എന്നാണല്ലോ SIT കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം അവർ മാറ്റിയെടുത്തത് ഈ കട്ടിളപ്പാളി പുറത്തേക്ക് കടത്തിയിട്ടാണല്ലോ. അത് ഈ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇത് ചെമ്പാണ്, സ്വർണ്ണമല്ല എന്ന് എഴുതി നൽകി. അതേ തുടർന്ന് ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വെച്ച് ഇത് മാറ്റിയെടുത്ത് സ്വർണം വേർതിരിച്ചെടുത്ത് അവരത് മാറ്റി സ്വർണം കൊണ്ടുപോയി എന്നതാണല്ലോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ശിവരൂപവും വ്യാളി രൂപവും അതിനകത്തെല്ലാം സ്വർണം കവർന്നു എന്ന് പറയണമെങ്കിൽ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തു എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുക. എനിക്കറിയാം പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും നമ്മളൊരു ഊഹം വെച്ച് ഇതുവരെ നടന്ന ഈ കൊള്ളയുടെ രീതി ഇന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ശിവരൂപവും വ്യാളി രൂപത്തിൽ നിന്നൊക്കെ സ്വർണം കവർന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കാനല്ലേ സാധ്യത? സ്വാഭാവികമായിട്ടും നമ്മൾ ഇവർക്കൊക്കെ ഉള്ള ഉത്തരവാദിത്തം ഈ മോഷണത്തിലും ഉണ്ട് എന്ന് തന്നെയല്ലേ കണ്ടെത്തേണ്ടത്, മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇതിലും പറയുന്നത് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ ശിവരൂപം വ്യാളി രൂപം ഉൾപ്പെടെയുള്ള 7 പാളികൾ, അതിൻ്റെ ഈ പറയുന്ന സ്വർണം പതിപ്പിച്ച പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു രാസലായനി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്ത് മോഷണം നടത്തി. അതായത് നേരത്തെ എങ്ങനെയാണോ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചത്, എങ്ങനെയാണോ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചത്, സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നും അത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ആ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഈ രാസലായനി ഉപയോഗിച്ച് ആ സ്വർണം വേർതിരിച്ച് മോഷ്ടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സനീഷ്,
അതാണ് അതിൻ്റെ റിപ്പോർട്ടിൽ തന്നെയും ഇക്കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്ന അതേ രീതിയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെ അതുമാത്രമല്ല, കട്ടിളപ്പാളിയിലെ സ്വർണം മാത്രമല്ല വേർതിരിച്ചെടുത്ത് മോഷ്ടിച്ചിരിക്കുന്നത്, മറ്റ് മോഷണങ്ങൾ കൂടെ നടന്നിട്ടുണ്ട് എന്നതിന് SIT തന്നെയും അതിൻ്റെ തെളിവുകൾ നിരത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെയും ഡയമണ്ട് മണി അല്ലെങ്കിൽ ഡിണ്ടിഗൽ മണി എന്ന പേരുള്ള ഒരാൾ ഈ പോലീസ് SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് വ്യവസായിയും ഒരു വിവാദ വ്യവസായിയും രമേശ് ചെന്നിത്തലയും കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് പറയുന്നത്, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല പറയുന്നത്, ഇത് ഈ സ്വർണം കൊണ്ടുപോയി മോഷ്ടിക്കുക എന്നത് മാത്രമല്ല, അതേക്കാളൊക്കെ എത്രയോ മൂല്യവത്തായിട്ടുള്ള ഈ പുരാവസ്തു ശേഖരം തന്നെയും കടത്തുന്ന ഒരു സംഘം ഇവിടങ്ങളിൽ പ്രവർത്തിച്ചോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല SITയോട് ആവശ്യപ്പെട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം അന്തരീക്ഷം കാര്യങ്ങൾ മുന്നിലുണ്ട്. ഇപ്പോൾ പുരാവസ്തുക്കൾ ഇവിടെ ശബരിമലയിൽ നിന്ന് മാത്രമല്ല, ഈ അനന്തപദ്മനാഭ തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുപോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ, SITയുടെ റിപ്പോർട്ടിൽ തന്നെയും കൂടുതൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ വന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഒരുപക്ഷേ ആളുകൾ സംശയിച്ചിരുന്നു ഇവിടെ നിന്ന് കൂടുതൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകുമോ. ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിൽ ഈ പുറത്തു വന്ന വിവരങ്ങളുള്ള കാര്യങ്ങൾ മാത്രമാണോ നടന്നിട്ടുണ്ടാവുക, അതേക്കാൾ കൂടുതൽ മോഷണം നടത്താൻ ഇവർ പ്രാപ്തരായിട്ടുള്ള ആളുകളല്ലേ, കൂടുതൽ ആളുകൾ ഉണ്ടാകുമോ, കൂടുതൽ മോഷണം നടന്നിട്ടുണ്ടാകുമോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയം ശരിയാണല്ലോ എന്ന് അവർക്ക് തോന്നലുണ്ടാക്കുന്ന ഒരു വിവരമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. SIT കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്ന്. ഈ കട്ടിളപ്പാളിയിൽ നിന്ന് മാത്രമല്ല, മറ്റ് സ്വർണവും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ വൻ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളാണ് SITയുടെ കണ്ടെത്തലായിട്ട് നമ്മൾ അറിയുന്നത്. BS അനുവാണ് വിവരങ്ങൾ നൽകുന്ന. അനു, മറ്റ് വിശദാംശങ്ങൾ. സരീഷ്, ഇപ്പോൾ ആ റിപ്പോർട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2ാമത്തെ പേജിലാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ള ആ പരാമർശങ്ങൾ ഉള്ളത്. അതായത് റിപ്പോർട്ടിൽ പറയുന്നത്, ശബരിമല ശ്രീകോവിൽ വാതിലിൻ്റെ കട്ടളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിലും കട്ടിളയുടെ മുകൾപടി ചെമ്പ് പാളിയിലും കട്ടിളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുള്ള സ്വർണം പതിപ്പിച്ച ചെമ്പ് പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണം പതിപ്പിച്ച 7 ചെമ്പ് പാളികളിൽ നിന്നും 9ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും കർണാടക ബെല്ലാരിയിലെ റൊദ്ദം ജുവല്ലേഴ്സ് ഉടമ റൊദ്ദം പാണ്ഡുരംഗ ഗോവർദ്ധൻ എന്ന ഗോവർദ്ധൻ്റെയും കൈവശം ഉണ്ടെന്ന് തെളിവുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ സനീഷ് സൂചിപ്പിച്ച് എങ്ങനെയാണിത് വേർതിരിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെയൊക്കെ ഈ ചെമ്പുപാളികൾ അതായത് ദ്വാരപാലക ശില്പങ്ങളിലേതും കട്ടിളപ്പാളികളിലേതും തുല്യമായ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഈ രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്ത് സ്വർണം കവർന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നമുക്ക് കാണാവുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതിനകത്ത് ഇങ്ങനെ, അതായത് ഈ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല എന്നതായിരുന്നല്ലോ നമ്മൾ ഇന്നലെ വരെ സംസാരിച്ചു കൊണ്ടിരുന്നൊരു കാര്യം. അതിനകത്ത് ഈ പറയുന്ന ഇങ്ങനെ ചിലത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, സ്വർണവും അമ്പത്തൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രം ഉപയോഗിച്ച് വേർതിരിച്ചെന്ന് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും ടിയാനും ചേർന്ന് കൂട്ടായെടുത്ത തീരുമാനത്തിന് പ്രകാരം പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും കൽപേഷ് എന്നയാൾ മുഖാന്തരം ലഭിച്ച സ്വർണത്തിന് തുല്യമായ പകരം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ടിയാൻ 10ാം പ്രതി ഗോവർദ്ധൻ ഹാജരാക്കി തന്ന 474.960 ഗ്രാം സ്വർണം 24/10/2025 തീയതി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിയമാനുസരണം മഹസർ പ്രകാരം ബന്ദവസിലെടുത്തിട്ടുള്ളതാണ് എന്ന് കാണുന്നുണ്ടല്ലോ. അതായത് നമ്മൾ നേരത്തെ അതിന് മുകളിലും 3ാമത്തെ പോയിന്റിൽ 6ാമത്തെ പോയിന്റിലും ഇങ്ങനെയാണ് ആ 6ാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത്. പ്രസ്തുത പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണ്ണത്തിൽ നിന്നും സ്വർണം വേർതിരിക്കുന്നതിനും അതിനുശേഷം ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിനും 9ാം പ്രതി പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി സ്വർണം എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആ എടുത്ത സ്വർണത്തിന് തുല്യമായ 109.243 ഗ്രാം സ്വർണം 9ാം പ്രതി പങ്കജ് ഭണ്ഡാരി ഹാജരാക്കി തന്നത് 25/10/2025 തീയതി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിയമാനുസരണം മഹസർ തയ്യാറാക്കി ബന്ദവസിലെടുത്തിട്ടുള്ളതാണ്. ഇവിടെ എൻ്റെ സംശയം, ഈ 6ലും 7ലും 6ാം പാരഗ്രാഫ് 7ാം പാരഗ്രാഫിലും കാണുന്ന ഈ പറയുന്ന ബന്ദവസിലെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ തൊണ്ടി മുതലായ സ്വർണ്ണമാണോ?
സരീഷ്, അവിടെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം സംശയിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഇവർ ഈ അന്ന് ഞങ്ങൾ കൊണ്ടുപോയ സ്വർണ്ണമാണെന്ന് പറഞ്ഞും തത്തുല്യമായ സ്വർണം ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയതുമാണ്. പക്ഷേ അതാണ് തൊണ്ടി മുതൽ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഈ രാസപ്രവർത്തനം അല്ലെങ്കിൽ രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ബേസ് ഫോമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെ വെച്ച് ആ സ്വർണത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്നുള്ളത് അസാധ്യമെന്ന് തന്നെയാണ് നമുക്ക് ചില ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരു വസ്തു അതിനെ നമ്മൾ ഈ പറയുന്ന രാസപ്രക്രിയയിലൂടെ അതിൻ്റെ ബേസ് ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരുന്ന സ്വർണ്ണമാണ് എന്ന് എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇനി ഒരു പക്ഷേ ഇവർ ഈ പറയുന്ന പാളികൾ മറിച്ച് കടത്തി, അത് രമേശ് ചെന്നിത്തലയ്ക്ക് ആരോപിക്കുന്നത് പോലെ ഇവർ മറിച്ച് കടത്തിയതിനു ശേഷം ഇങ്ങനെ ഞങ്ങൾ വേർതിരിച്ചെടുത്ത സ്വർണ്ണമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ തന്നെ വഴിതിരിച്ച് വിടാനുള്ള ശ്രമമാണ്. അതായത് യഥാർത്ഥ തൊണ്ടി മുതൽ ഈ പുറമേക്ക് കൊണ്ടുവരാത്ത തരത്തിലുള്ള വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഒരൊറ്റ നിമിഷം മനു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതിപ്പോൾ കൂടുതൽ ഗൗരവം വർദ്ധിച്ചു വരികയാണല്ലോ ഈ സംഭവത്തിൻ്റേത്. ഇപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതിൽ കൂടുതൽ സ്വർണം ഈ ശബരിമലയിൽ നിന്ന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ദേവസ്ഥാനങ്ങളിലൊന്നായ നമ്മുടെ വലിയ അഭിമാനമായ അനേക ലക്ഷം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസാധാര കേന്ദ്രമായിട്ടുള്ള ഈ ശബരിമലയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അതായത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പതിച്ച ചെമ്പുപാളികൾ, പിന്നീട് രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം, ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം പതിച്ച ഇവിടെ നിന്നൊക്കെ സ്വർണം കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയല്ലേ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടാലും എത്ര ഏറെ സ്വർണം ഉണ്ടെങ്കിലും ഒരു തരി സ്വർണം നഷ്ടപ്പെടുന്നത് തന്നെ വളരെ ഗൗരവമുള്ളതാണ്, അതിഗൗരവമുള്ളതാണ്. അത് കണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതില് SIT നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിട്ട്, ആ ഉത്തരവിൽ പറയുന്നത് സമാന്തര വിചാരണ പാടില്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? SIT ഇപ്പോൾ ഈ കേസിലെ മോഷ്ടാക്കൾ, ആ മോഷ്ടാക്കൾ 2 പേർ സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽപ്പുണ്ട്. ഒന്ന് ഗോവർദ്ധനും മറ്റൊന്ന് OTയുമാണ്. ആ സംഘത്തിലുള്ള 3ാമത്തെയാൾ ഭണ്ഡാരി, അയാളുടെ പക്കൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നു. ഗോവർദ്ധന്റെ പക്കൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമായി പിടിച്ചെടുക്കപ്പെട്ടതാണ്. ഇതാണ് നിലവിൽ നമ്മുടെ മുമ്പുള്ള വിവരം. നമ്മൾ അന്വേഷണ സംഘത്തെയും ഹൈക്കോടതിയെയും വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ എത്തി നിൽക്കണം. പക്ഷെ ഇതിനെ ചില ആളുകൾ ചോദ്യം ചെയ്യുന്നു. ആരാണ് ചോദ്യം ചെയ്യുന്നത്? സോണിയാഗാന്ധിയുടെ അപ്പുറം നിൽക്കുന്ന ആ ഗോവർദ്ധൻ നിരപരാധിയാണ്. അയാളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലെ സ്വർണമല്ല. അയാൾ കളങ്കിതനല്ല. ഒരൊറ്റ നിമിഷം ശ്രീ അനിൽകുമാർ, മന്ത്രി P. രാജീവ് ഈ വിഷയത്തിലാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നു. ഒരു നിമിഷം ഞാൻ അതിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ അവിശ്വാസം പറയുന്നത് ഇത് പലയിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഈ മലക്കം മറിച്ചൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചപ്പോൾ ആന്റോ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, 2011 ശബരിമലയിലെ പ്രധാനിയായ പോറ്റി എന്നാണ്. അപ്പോൾ എന്നാ പ്രധാനിയായത്? ആര് വഴി പ്രധാനിയായി? ആ പ്രധാനിയായാൽ ഒരു ദിവസം ഈ പറയുന്ന പ്രശ്നത്തിൽ മാത്രമാണോ ഈ കളവ് നടത്തിയിട്ടുണ്ടാവുക? അതിന് മുൻപ് എന്തൊക്കെ നടത്തിയിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടും അതുമായിട്ട് ആരൊക്കെ ബന്ധമുണ്ട് ചിത്രങ്ങളെല്ലാം പറയുന്നത്. അപ്പം എല്ലാ വശവും അന്വേഷിക്കട്ടെ. ഇന്ന ആളാണെന്ന് ഞങ്ങൾ അതിനകത്ത് ഗവൺമെൻറ് ഈ ആൾ പ്രതിയാകാം, ഈ ഫോട്ടോ കണ്ടു, അതെങ്ങനെയാകാമെന്നൊന്നും ഗവൺമെൻറ് അതിനകത്ത് ഇടപെടുന്നേ ഇല്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായി SIT അന്വേഷിക്കുന്നു. SIT അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രധാനിയായ കാലഘട്ടത്തിൽ തന്നെ എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, എന്തൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാകാൻ ഇടയുണ്ടോ, അതെല്ലാം സ്വാഭാവികമായിട്ട് പരിശോധിക്കുമല്ലോ. ആ പരിഭ്രാന്തിയാണോ മലക്കം മറിച്ചലിന് കാരണമെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, സംശയിക്കാം. പുറത്തു വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനായിട്ടാ ഞാൻ കേരളത്തിലെ സർക്കാരിനെ കാണുന്നത്. ചോദ്യം ചെയ്യട്ടെ, ആരെ ചോദ്യം ചെയ്താലും നമുക്കെന്താ? കൺവീനർ അവിടെ സ്വർണം കിടക്കാൻ പോയി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ എവിടെയെങ്കിലും ചുമരുമൽ താറടിക്കുന്നത് പോലെ താറടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. സ്വർണത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ആരത്?
ഈ ക്ഷേത്രത്തിൽ ഭണ്ഡാരിയുടെ അത് വരട്ടെ, അത് വന്നാലല്ലേ ശരിക്കും തിരിയുള്ളൂ. ഇതാരാ കൊണ്ടാതിന്? അപ്പം ആരാ കൊണ്ട കൊടുത്തതെന്ന് അവർ പറയല്ലോ. സ്വർണം അവിടെ കൊടുത്തത് ആര്? അപ്പം ആളെ പിടി കിട്ടുമല്ലോ. ഇത് ആളെ പിടിക്കുന്നില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ നമ്പൂരിക്കൊപ്പമുള്ള ചിത്രങ്ങൾ, സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഒക്കെ ഉള്ള ഒപ്പമുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM ഈ ഇതിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്ന തരത്തിലേക്ക് വരുത്തി തീർക്കുക. അത് അതിന്റെ ഭണ്ഡാരോ പറഞ്ഞ പോലെ ഈ കാട്ടത്തിനെ കാണുന്നില്ലെങ്കിൽ തീട്ടത്തിനെ എറിയാന്നുള്ള പറഞ്ഞ പോലത്തെ ഒരു വാക്കുണ്ട്, പഴമൊഴി. അതാണ് അതിൽ ഒന്നും കഥയില്ല. അതൊക്കെ വായി തോന്നിയത് കോതക്ക് പാട്ട് തന്നെയുള്ളൂ. മറ്റൊരു കാര്യം, പുതിയ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. കണ്ണൂർ മത്സരിക്കും. ഞാൻ കേൾക്കും. കണ്ണൂരിൽ കോൺഗ്രസിലെ അണികളൊക്കെ കെ സുധാകരൻ മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിക്കും. അങ്ങനെ വന്നാലത് പാർട്ടി അംഗീകരിക്കട്ടെ. പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിലില്ല. എനിക്ക് വ്യക്തിപരമായി മത്സരിക്കണമെന്നോ മത്സരിക്കണ്ടെന്നോ ഒന്നുമില്ല. പാർട്ടി എന്ത് പറയുന്നോ അത് അനുസരിക്കും. അതാണ് ഞാൻ. ഓക്കെ, ഗുഡ് ബൈ. കെ സുധാകരനാണ് രണ്ടാമത് സംസാരിച്ചത്. ശ്രീ കെ അനിൽകുമാർ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ അനിൽകുമാർ, ആദ്യം പി രാജീവും രണ്ടാമത് കെ സുധാകരനാണ്. പെട്ടെന്ന് ബാക്ക് ടു ബാക്ക് വന്നതുകൊണ്ട് അങ്ങനെ നേരെ അങ്ങ് സ്വിച്ച് ചെയ്ത് കൊടുത്താണ്. താങ്കൾ അത് രണ്ടുപേരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് കെ അനിൽകുമാറും താങ്കളും പി രാജീവും CPM-കാർ പറയുമ്പോൾ അത് വെറുതെ വായക്ക് തോന്നിയ കോതക്ക് പാട്ട് എന്ന നിലക്ക് അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണെന്നാണ് കെ സുധാകരൻ പറയുന്നത്. ശ്രീ അനിൽകുമാർ. അതെ, പി രാജീവ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ശബരിമലയിലെ പ്രധാനിയായൊരു പോറ്റി. ഇപ്പൊ ചോദ്യം എന്താണ്? രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന് രാഷ്ട്രീയ പ്രശ്നം. പോറ്റിയെ കയറ്റിയത് ആരപ്പ? ആന്റോ ഉത്തരം പറഞ്ഞു, ശബരിമലയിൽ പോറ്റി ഉണ്ടായിരുന്നു അവരുടെ ഭരണകാലത്ത്. ഞങ്ങൾ ഏറ്റുപറയുന്ന ഒരു തെറ്റെന്താണ്? UDF-കാർ ശബരിമലയിൽ അവരോധിച്ച പോറ്റിയെ തിരിച്ചറിഞ്ഞ് അയാളെ പുറത്താക്കുന്നതിൽ ഞങ്ങളുടെ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി. ഇത് സത്യസന്ധമായ കാര്യമാണ്. അതിനെ ഞങ്ങൾ എത്രത്തോളം ശിക്ഷിക്കണം? ഇതാണ് പച്ചയായി ഈ വിഷയത്തിലെ ഞങ്ങളുടെ പോയിന്റ്. അവിടെ ശ്രീ അനിൽകുമാർ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം അതോട് ചേർത്തിട്ട്. അതായത് ശരിയാണ്, അവിടെ ഒരു പാളിച്ച പറ്റി എന്ന് CPIM തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കേസിലേക്ക് നാളിതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിന്നും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9-ാം പ്രതി ചെന്നൈ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഈ പ്രഭാമണ്ഡല പാളിയിലും സ്വർണം പതിച്ചത് അപഹരണം നടത്തി പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും ദേവസ്വം ബോർഡ് ജീവനക്കാരും ഭരണകർത്താക്കളും എന്ന നിലയിൽ ദേവസ്വം മുതലുകൾ സംരക്ഷിക്കാനും കാത്തുസൂക്ഷിക്കുവാനും ഉത്തരവാദിത്വവും കടമയുമുള്ളവരായ ദേവസ്വം കമ്മീഷണറായ 3-ാം പ്രതി N വാസു CPM നേതാവെന്ന് ഞാൻ ചേർത്താണ്, അതിനകത്തില്ല. തിരുവാഭരണ കമ്മീഷണറായ 4-ാം പ്രതി KS ബൈജു, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ 5-ാം പ്രതി D സതീഷ് കുമാർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ 6-ാം പ്രതി മുരാരി ബാബു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ 8-ാം പ്രതി A പത്മകുമാർ CPM നേതാവ്, ഞാൻ ചേർത്താണ്, ഇതിനകത്തില്ല, എന്നീ പ്രതികളുമായി കുറ്റകരമായ ഗൂഢാലോചന നടത്തി ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ എന്നിങ്ങനെ പോവുകയാണ്. എന്ന് വെച്ചാൽ CPIM തന്നെ സമ്മതിക്കും പ്രകാരം വീഴ്ചയുണ്ടായി എന്ന് കാണുന്ന ഈ രണ്ടാളുകൾക്കെതിരെയും നടപടി പോലും പാർട്ടി എടുത്തില്ല എന്നത് ഈ ഘട്ടത്തിലും ഈ പാർട്ടിക്ക് CPM-ന് ഇതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, താല്പര്യം, സർക്കാരിനുള്ള താല്പര്യം എന്നതിൻ്റെ സൂചകമായിട്ടാണ് UDF-ഉം പ്രതിപക്ഷമാകെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് മറുപടി പറയുക? അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലല്ലോ. അതെ, CPM-ന്റെ സ്റ്റാൻഡ് എന്താണ്? ഇപ്പൊ ഈ അങ്ങ് വായിച്ചു പറഞ്ഞ എന്താണ്? അത് റിമാൻഡ് അപേക്ഷയാണ്. ഇപ്പൊ ഈ പ്രതികളെ ഭണ്ഡാരിയെ കസ്റ്റഡിയിൽ വെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കസ്റ്റഡിയിൽ വിട്ടു തരണം, അതിന്റെ റിമാൻഡ് അപേക്ഷയാണ്. അത് ഗൂഢാലോചന മുതൽ എല്ലാ കാര്യങ്ങളും ചേർത്താണ് റിമാൻഡ് അപേക്ഷ കൊടുക്കുന്നത്. കുറ്റപത്രം അതല്ല. കുറ്റപത്രത്തിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം വരും. ഞാനിപ്പോ പറഞ്ഞല്ലോ, UDF-ന്റെ ഭരണകാലത്ത് അവിടേക്ക് അവരോധിക്കപ്പെട്ട പോറ്റിയും ഗോവർദ്ധനും അടക്കമുള്ളവർ അതിന്റെ ഭാഗമായി സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയ ശക്തിമാന്മാരാണ്. അങ്ങനെയുള്ള ആളുകളെ 2 കൊല്ലത്തേക്ക് അധികാരത്തിൽ വന്ന ഒരു ദേവസ്വം ബോർഡുകാർക്ക് തിരിച്ചറിഞ്ഞ് പുറത്താക്കാനായില്ല. അവർ സ്പോൺസർമാരെന്നൊക്കെ പണ്ട് തൊട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് സ്പോൺസറായി വന്നപ്പോൾ അവരതിന്റെ ഭാഗമായി വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത മൂലമോ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധം പറ്റിയത് മൂലമോ ഇതിന് ഇത്തരമൊരു കുറ്റകൃത്യം നടത്താൻ വേണ്ടി വീഴ്ച ഉണ്ടായിട്ടുള്ളതാണോ, അതോ കളവ് മുതൽ പങ്കിട്ടിട്ടുണ്ടോ? എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന എന്താണെങ്കിലും അല്ല എന്ന് വെച്ചാൽ അനിൽകുമാർ ഒറ്റ നിമിഷം അനിൽകുമാർ എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 പേർക്കെതിരെ എന്തെങ്കിലും, പ്രത്യേകിച്ചും പത്മകുമാറിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് CPIM കാണുന്നില്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു സാധനം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ കയ്യിലേക്ക് ഗോവർദ്ധന ഒരു സാധനം കൈമാറുന്നുണ്ട്. അത്തരം എന്തെങ്കിലും വാസുവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ള പത്മകുമാറും സ്വീകരിച്ചിട്ടുണ്ടോ? ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്.
ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല. സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത പോലെയോ അവർക്ക് ഉപകാരം കൊടുത്ത പോലെയോ എന്തെങ്കിലും ഒന്ന് കളവ് മുതലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം സോണിയുടെ കയ്യിൽ കിട്ടുന്നതിന് തെളിവുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് തെളിവില്ല. അതെന്ത് വർത്തമാനമാണ് ശ്രീ അനിൽകുമാർ? സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ ശബരിമലയിൽ നിന്ന് എടുത്ത സ്വർണ്ണമാണ് കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നതെന്നൊക്കെ പറയുന്ന കുറച്ച് വളരെ വളരെ കടന്നൊരു ആരോപണമായി പോകുന്നൊരു തോന്നൽ എനിക്കില്ല. അങ്ങനല്ല. ശബരിമലയിൽ മൂട്ടിച്ചയാൾ സോണിയാഗാന്ധിക്ക് എന്തോ കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുത്തു നമുക്ക് വിവരമില്ല, നിങ്ങൾക്കും വിവരമില്ല. ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കാണുമ്പോൾ ആളുകൾ ചെറിയ ഈ പറയുന്ന ഒരു എന്താണ് ഒരു ശില്പം രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്വാഭാവിക കാര്യമല്ലേ? അത് ചെറുതായി നിങ്ങൾക്ക് ചെറുതായോ? ഞങ്ങളെ കള്ളനെന്ന് വിളിക്കാം. തെളിവില്ലാതെ ഏത് കോൺഗ്രസ്സുകാരനും ഞങ്ങളെ കള്ളനെന്ന് വിളിക്കാം. കള്ളന്റെ കയ്യിൽ നിന്ന് സോണിയാഗാന്ധി വാങ്ങിച്ചപ്പോൾ ചെറുതാവും. ആ ഇരട്ടത്താപ്പ് വേണ്ട. അതായത് എന്താണ് ശ്രീ അനിൽകുമാർ, താങ്കൾ ഒന്നുകൂടെ താങ്കൾ ഇത് പറഞ്ഞു നിർത്തിക്കോളൂ. ഞാൻ ഒറ്റക്കാര്യം പറയാം. അതായത് സോണിയാഗാന്ധിയെ പോലെ പ്രധാനപ്പെട്ട നേതാവ് ഫോട്ടോ എടുക്കുന്ന വിധത്തിൽ ഇങ്ങനെ എന്തോ ഒരു കാര്യം കൈമാറുകയാണ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ മോഷണം മുതലെടുത്തിട്ട് സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു എന്ന് വെച്ചാൽ എനിക്കത് ആളുകൾ വിശ്വസിക്കുക? അങ്ങനെ അതല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥിതി. അതായത് ഈ കേസിൽ വീഴ്ച പറ്റിയെന്ന് CPM തന്നെ സമ്മതിക്കുന്ന രണ്ട് നേതാക്കളുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ലേ എന്നാണ് താങ്കൾ പറഞ്ഞ അവസാനിപ്പിച്ചോളൂ. ഞാൻ നിർത്തി. നിങ്ങൾ ദയവായി ഇന്ന് കേൾക്കാൻ സന്നദ്ധമാണ്. എന്റെ പോയിന്റ് എന്താണ്? അങ്ങക്ക് അറിയാമോ എന്നാണ് സോണിയാഗാന്ധിയുടെ കയ്യെ ചരട് കെട്ടിയത്? മൂട്ടിക്കുന്നതിന് മുമ്പാണോ മൂട്ടിക്ക് ശേഷമാണോ? സോണിയാഗാന്ധി ഉപകാരം വാങ്ങിച്ച മൂട്ടിക്കുന്നതിന് മുമ്പാണോ മൂട്ടിക്ക് ശേഷമാണോ? മൂന്നാമത്തെ ചോദ്യം, സോണിയാഗാന്ധിയുടെ കയ്യിൽ കൊടുക്കുന്ന എന്ത് തന്നെയാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒന്ന് പത്മകുമാർ വാങ്ങിച്ചിട്ടുണ്ടോ? അതുപോലെ എന്തെങ്കിലും ഒന്ന് വാസു വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിവ് പറട്ടെ. അത് വരട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞ ഉടനെ ഞങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് കൂടിയോ? ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ വാങ്ങിച്ചതിന് തെളിവുണ്ടല്ലോ. ശരി, അത്ര തെളിവ് പോലും ഞങ്ങൾക്കെതിരെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ. താങ്കൾ മുന്നോട്ട് വെച്ച പോയിന്റ്സ് വളരെ വ്യക്തമാണ്. ഏതായാലും ഇതിപ്പോൾ ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത് ഈ കൊള്ളയുടെ വ്യാപ്തി കൂടുകയാണ്. നേരത്തെ അറിഞ്ഞിരിക്കുന്ന കട്ടിളപ്പാളിയിലെ സ്വർണം മാത്രമല്ല നഷ്ടമായിരിക്കുന്നത്, മറ്റ് ചില ഇടത്ത് നിന്ന് കൂടെ സ്വർണ്ണനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമാകുന്ന SITയുടെ കണ്ടെത്തലായിട്ട് അതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.